ഹായ്, താന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളുടെ താന്ത്രക സ്റ്റോറിൽ കുറച്ച് എന്താ പറയുക ഇൻറ്റീരിയറിൽസിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് സ്റ്റോറി ബോർഡ് പോലെ, അതായത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഇപ്പം ഓൾമോസ്റ്റ് 15-16 സ്റ്റേറ്റോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റേറ്റാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ഒരു സ്റ്റോറിൽ വരണവർക്ക്, അഥവാ ഇപ്പം ഞാൻ സ്റ്റോറിലില്ലെങ്കിൽ ഞാൻ എക്സിബിഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റോറിലിരിക്കുന്ന ഇപ്പം ഹസ്ബൻഡോ മോനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും സ്റ്റോറിലുണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് കുറേയും കൂടി അറിയാം ഞാൻ ഏതൊക്കെ സ്റ്റേറ്റ് എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയണ കുറച്ച് പേരുമുണ്ട്. അതല്ലാതെ വരുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പല സ്റ്റേറ്റുകളുടെ പേരുകളും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബോർഡുകൾ ചെയ്യിച്ചു. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കണത്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തത്, നമ്മളുടെ സാരീസ് എക്സിബിറ്റ് ചെയ്യാൻ, സാരീസ് അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എനിത്തിങ് ജ്വല്ലറി എന്തായാലും എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 സ്റ്റാൻഡുകൾ ചെയ്തു. അപ്പോൾ ഈ സ്റ്റാൻഡുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് പല വേസ്റ്റ് പ്രോഡക്റ്റ് എന്നാണ്. അപ്പം അങ്ങനെ 1-2 കാര്യങ്ങളാണ് നമ്മൾ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇന്ന് എല്ലാവരും ഒന്ന് കാണിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതാണ്. അതായത് ഈ സ്റ്റോറി ബോർഡ്സ് എന്ന് പറയാൻ പറ്റില്ല, നെയിം പ്ലേറ്റ്സ് എന്ന് വേണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സ്റ്റോറി ബോർഡ് ആയിട്ട് വരണേ ഉള്ളൂ. അത് നെക്സ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന നെയിം പ്ലേറ്റ്സ് ആണ്. അപ്പം നെയിം പ്ലേറ്റ്സ് ലിപ്പൻ ആർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ ലിപ്പൻ ആർട്ടിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട്. എക്സാക്ട്ലി നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അതിൽ അവർ യൂസ് ചെയ്യണത് കുറച്ചും കൂടി നാച്ചുറൽ കളേഴ്സും അല്ലെങ്കിൽ വെജിറ്റബിൾ കളേഴ്സും ഒക്കെയാണ്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പയർഡ് ഫ്രം ലിപ്പൻ ആർട്ട്, അതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിം പ്ലേറ്റ്സിൻ്റെ മേക്കിംഗ് വീഡിയോ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേ സ്റ്റാൻഡ്. കൂടുതലും ഞാൻ സാരീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓണം ടൈം ആയപ്പോൾ കുറച്ച് സെറ്റ് മുണ്ടുകൾ അതൊക്കെ എക്സിബിറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഡിസ്പ്ലേ സ്റ്റാൻഡ് ഇത് രണ്ടിൻ്റെയും മേക്കിംഗ് വീഡിയോ നമുക്ക് ഇന്ന് നോക്കാം. അതാണ് ഞാൻ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ നെയിം പ്ലേറ്റും നമ്മളുടെ ഡിസ്പ്ലേ സ്റ്റാൻഡും ഉണ്ടാക്കുന്ന വീഡിയോ, ചെറിയൊരു വീഡിയോ. ഇത് പല പല ദിവസങ്ങളിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ വീടിനടുത്ത് കിട്ടുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കയറ്, അങ്ങനത്തെയൊക്കെ നമ്മുടെ കയ്യിലുള്ള ലേസുകളും കയറും അങ്ങനത്തെ ഒക്കെ മാത്രമേ ഉള്ളൂ. ആകെ നമ്മൾ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കുറച്ച് കയറും കുറച്ച് മിററുകളും മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന തെർമോക്കോളാണെങ്കിലും ബോർഡുകളാണെങ്കിലും ഈ നെയിം പ്ലേറ്റിനുള്ള ബോർഡുകൾ, അങ്ങനത്തെ മേ ബി ചെറിയ 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 സാധനങ്ങൾ മാത്രമേ നമ്മൾ ഷോപ്പുകളിൽ തപ്പി പോയിട്ടുള്ളൂ, വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിൽ കളയാൻ വെച്ചിരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ചിരുന്ന സാധനങ്ങളോ അങ്ങനെയൊക്കെയാണ്. ഈവൻ ക്ലോത്ത് വരെ ഞങ്ങൾ അങ്ങനത്തെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞ വേസ്റ്റ് എന്നാണ് ഞങ്ങൾ എന്താ പറയുക ഡിസ്പ്ലേ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബേസിക്കലി അതൊരു കേബിൾ സ്പൂളായിരുന്നു. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേബിൾ സ്പൂള് എവിടെയോ പറമ്പിൽ കിടന്നിരുന്നത് കണ്ടപ്പം എന്തെങ്കിലും ഒരു ഉപയോഗം വരുമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ്. അത് വെറുതെ അങ്ങനെ ഒരു തമാശയ്ക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തു വെച്ചതാണ്. പക്ഷെ അതാണ് നമ്മളിപ്പോൾ ഷോപ്പിലേക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം. ചെറിയ എന്താ പറയുക ലെങ്ത് കൂടിയിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് കാണിച്ചുകൊണ്ടാണ് അത് അത്ര ലെങ്ത് വന്നത്. എന്നാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ ഈ പറഞ്ഞ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമന്റിൽ ഒന്ന് എഴുതി വെച്ചേക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.